എൻ്റെ മോള് അവൾ ഈ വർഷം 10ലേക്കാണ്. സാധാരണ സ്കൂളുകളിൽ നിന്നൊക്കെ എടുക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ മോൾ ഈ വർഷം 10ലേക്ക് എടുത്തു എന്നുള്ളത് വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, സ്കൂളിൽ വന്നതിന് ശേഷം അവളിലുണ്ടായ അക്കാദമിക് ലെവലിലും മാനസികമായ ഒരു ഉല്ലാസം, സ്കൂളിൽ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് വളരെ എനിക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. വളരെ ഫ്രീ ആയിട്ട് അവൾക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അത് എന്താണെന്ന്, എങ്ങനെയാണത് അവളിൽ സംജാതമായതെന്ന് അറിയാൻ ശരിക്കും ഞാൻ കൂടുതൽ ഉത്സാഹത്തോടുകൂടെ സ്കൂളിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ ഇതിനു മുമ്പ് സ്കൂളിൽ വന്നിട്ടില്ല, പക്ഷേ ആദ്യമായിട്ടാണ് എനിക്ക് സ്കൂളിൽ വരാനും കൊച്ചിനെ ചേർക്കാനും ഒക്കെ സാധിച്ചത്. ടീച്ചേഴ്സ് കാണിച്ച വലിയ ആ ഒരു നന്മയാണ്. ഒരു കുഞ്ഞും മോശമായിട്ടുള്ളതല്ല, എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം മനോഹരമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ആ കുഞ്ഞുങ്ങളെ ഒന്നും മാറ്റപ്പെടേണ്ടതല്ല എന്നുള്ള മനോഭാവത്തോടു കൂടെ കുഞ്ഞിനെ സ്വീകരിക്കുകയും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും മാതാപിതാക്കളുടെ ഭാഗത്തും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്നൊക്കെ ശീലങ്ങൾ വരുമ്പോഴും കുഞ്ഞുങ്ങളെ വഴക്ക് പറയുകയല്ല, അവരിലെ നന്മകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നിങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന, അവരിലെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല, അവരുടെ നന്മകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വരുന്ന സ്കൂളിൻ്റെ എല്ലാ ടീച്ചേഴ്സിനെയും എനിക്കത് ഒത്തിരി വലിയ ഹൃദയത്തിൽ ഞാനത് സ്വീകരിക്കുകയാണ്. കാരണം അത് വളരെ പ്രചോദനാത്മകമാണ്, മാതൃകാപരമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവളിൽ ആ മാറ്റം ഉണ്ടായത്. ഞാൻ PTA എക്സിക്യൂട്ടീവ് വന്നിരിക്കുമ്പോഴും PTA അതുപോലെ തന്നെ PTA കൊടുക്കുന്ന പ്രാധാന്യം, പേരൻസിന് കൊടുക്കുന്ന പ്രാധാന്യം, അവരെ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് സമൂഹത്തിൻ്റെ അവസ്ഥകളെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലാതെ ഒരു മുൻവിധിയോടുകൂടെ നേരത്തെ കാര്യങ്ങൾ തീരുമാനിച്ച് വെച്ചിട്ടുള്ള ഒരു പ്രവർത്തനമല്ല ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതൊക്കെ എനിക്ക് വലിയ ഒരു പുത്തൻ അനുഭവം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത്, കുട്ടികൾ തമ്മിലുള്ള സ്നേഹം. ആരെങ്കിലും ഒരു കുട്ടി ക്ലാസ്സിൽ കുറവുണ്ടെങ്കിൽ ആ കുട്ടി മാറ്റപ്പെടുകയല്ല, ബാക്കി കഴിവുള്ള കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും നേരത്തെ വന്നും ഒക്കെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച്, എന്നെ മോളെ സംബന്ധിച്ചിടത്തോളം എനിക്കത് വലിയ ഒരു ഉപകാരമായി തീർന്ന ഒരു കാര്യമാണ്. അവളിൽ ഒരു വലിയ ആനന്ദം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ആനന്ദമായി മാറിയ ഒരു വർഷമാണിത്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ നേരത്തെ എൻ്റെ മക്കളെ അവിടെ ചേർത്തിരുന്നെങ്കിൽ എൻ്റെ മോളൊക്കെ കുറേ കൂടെ വളരെ ഉയർന്നൊരു മാർക്കിലേക്ക് കയറി വരാനായിട്ട് വലിയ ഒരു ഭാഗ്യമുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ കതിരിൽ വളം വയ്ക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കൊല വന്നതിന് ശേഷം വളമിടുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു അവസ്ഥയിലായിപ്പോയി എനിക്ക് അവിടെ എത്താനുള്ളൊരു സാധ്യത വന്നത്. അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഓരോ കുഞ്ഞുങ്ങളും ഈ വിദ്യാലയത്തിൽ എത്തിച്ചേരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ആത്മാർത്ഥമായി ഞാൻ പറയുന്നത്, വെറുതെ ഞാൻ പറയുന്നതല്ല. അത് നേരത്തെ അല്ല. ഇവിടെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ഒരു 8, 9, 10 ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേനും തരംതിരിച്ച് അങ്ങനെ മാറ്റിവിടുന്ന ഒരു അവസ്ഥ ഇല്ല. എല്ലാ കുഞ്ഞുങ്ങളെയും, അതായത് കയറി വരുന്ന കുഞ്ഞുങ്ങളെല്ലാം പരീക്ഷ എഴുതിച്ച് അവരെ കൊണ്ട് അവരുടെ റിസൾട്ട് വരുന്നു എന്നുള്ള, അല്ലാതെ സ്കൂളിന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കുഞ്ഞുങ്ങളെ മാറ്റി വിട്ടിട്ട് എങ്ങനെയല്ല, എല്ലാ മക്കളെയും മക്കളെ തരംതിരിക്കാറില്ല എന്നതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും മാതാപിതാക്കൾ സ്വീകരിക്കുന്നത് പോലെ ടീച്ചേഴ്സ് ആ വിദ്യാലയ കുടുംബ അന്തരീക്ഷത്തിൽ പ്രിൻസിപ്പൽമാരായിരുന്നാലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ഓരോരുത്തരെയും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ഇനി ഈ കുഞ്ഞുങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവിടേണ്ട, അവരിൽ കടന്നു വരാനുള്ള, അവരിലെ നന്മകളെ വളർത്തുന്ന അങ്ങനെ വലിയ നന്മകൾ ഒത്തിരി ആത്മാർത്ഥതയോട് ഹൃദയത്തിൽ നിന്ന് നിർമ്മിക്കുക, അങ്ങനെ നന്മകൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൂത്തയാളെ, അതായത് എനിക്ക് എൻ്റെ എലിസബത്തിനെ ഞാൻ അവിടെ ചേർത്തതിന് ശേഷം എലിസബത്തിൽ വന്ന മാറ്റം കണ്ടതുകൊണ്ട് എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെയും ഞാൻ അവിടെ ഞാൻ നമ്മുടെ ഈ സ്കൂളിലേക്ക് ചേർക്കാനൊക്കെയുണ്ടായി. എനിക്ക് കൊച്ചിനെ അവനിൽ വന്നപ്പോഴാണെങ്കിലും അവനിലും വലിയ സന്തോഷം, വിദ്യാലയത്തിൽ ചെല്ലുമ്പോഴുള്ള ഒരു സന്തോഷം ഞാൻ ശരിക്കും ഫീൽ ചെയ്തത് എനിക്ക് സ്കൂളിൽ വന്നതിന് ശേഷമാണ്. അതുപോലെ അവൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുകളിലൊക്കെ ആണെങ്കിലും വളരെ ഫ്രീ ആയിട്ട് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് കലാപരമായ കാര്യങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നൽകുന്ന ഒരു പ്രചോദനമുണ്ട്. അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. ചെയ്യുന്ന കാര്യങ്ങൾ അത് നന്നായി ചെയ്യാനുള്ള ഒരു പ്രചോദനം, അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനം, അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ മോനോട് ചോദിക്കുക, എങ്ങനെയുണ്ട് പുതിയ സ്കൂളിലെ കാര്യങ്ങളൊക്കെ, എങ്ങനെയുണ്ട്, പഴയ കൂട്ടുകാരൊക്കെ മാറി പുതിയ സ്കൂളിലേക്ക് വന്നു. പക്ഷേ പപ്പായി, ഞാൻ വലിയ സന്തോഷമാണോ പപ്പായി, എനിക്ക് ഭയങ്കര സന്തോഷമാണോ പപ്പായി, അങ്ങനെ പുതിയ കൂട്ടുകാരൊന്നും അങ്ങനെയൊന്നും ഇല്ല, എല്ലാവരും എന്നെ ഭയങ്കര കാര്യമായി എന്നെ ചേർത്ത് നിർത്തുന്നു പപ്പായി എന്നൊക്കെ പറഞ്ഞാണ് മോനും പറയുന്നത്. അപ്പോൾ അവന് 7ാം ക്ലാസ്സിലാണ്. എനിക്കത് വലിയ സന്തോഷമാണ്. പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മുൻകാലങ്ങളിലും ഇപ്പോഴും പ്രത്യേകിച്ച് കൂടുതൽ കെയറിംഗ് ഒന്നും പിള്ളേരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ സ്കൂളിൽ വന്നതിന് ശേഷം
കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി സ്വതന്ത്രമായിരുന്ന് അവർ പഠിക്കാനുള്ള ഉത്സാഹം, പഠിക്കുന്ന മണിക്കൂറുകളുടെ എണ്ണം ഒക്കെ വളരെ കൂടുതലായി അവരത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർ സംതൃപ്തിയോടെ പോകുന്നു, വരുമ്പോൾ പഠിക്കാനുള്ളൊരു ഉത്സാഹം. എനിക്ക് തോന്നുന്നു ഇതെല്ലാം നിങ്ങളുടെ ടീച്ചിങ് മേഖലയിലുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടാണ് സാധ്യമാകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കൂടുതലൊരു കെയറിങ് കൊടുത്തിട്ടില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് ടീച്ചേഴ്സ് കാരണം ഈ പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന പോലെയാണ്. ഞാൻ എത്രമാത്രം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ടീച്ചേഴ്സിനെ ഇതായിരിക്കും പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം തിരുത്തുവാന്ന് പറഞ്ഞാൽ ടീച്ചർ എങ്ങനെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ തിരുത്താതെ കുഞ്ഞുങ്ങൾ സാധാരണ രീതിയിൽ അത് തിരുത്താൻ തയ്യാറാവില്ല. ആ ഒരു വിധത്തിലാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എന്തായിരുന്നാലും ഒത്തിരി സന്തോഷം.